ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവുമുണ്ട്. അപ്പോൾ ഈ ഇത്രയും നക്ഷത്രങ്ങളുള്ളതാണ് ധനുരാശി. ഇവരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് വ്യാഴം. നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നു, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇവിടെ 4ാം ഭാവത്തിൽ ശനീശ്വരനാണ്. അപ്പോൾ 4ലെ ശനി വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് അത്ര ദുരിതങ്ങളൊന്നുമില്ല. പഴയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പുതുക്കി പണിയാനുള്ള നിയോഗം വരും. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ പഴയ വീട് മേടിക്കാം, അഡ്വാൻസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ ശനി കണ്ടകനായി നിൽക്കുമ്പോഴും 7ര ശനിയുടെ കാലഘട്ടത്തിലും ഭൂമിയും വീടൊക്കെ മേടിക്കാനായിട്ട് നമുക്കൊരു യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാം. അപ്പോൾ ആ ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ധനം മുഴുവൻ നമുക്ക് മേടിക്കുന്ന ഒരു ഭൂമിയാവാം, നമുക്ക് മേടിക്കുന്ന ഒരു വീടാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെ ഒന്ന് പുതുക്കി പണിയലാവാം. അങ്ങനെയൊക്കെ നമുക്ക് നടക്കും. പിന്നെ ഇവിടെ കർമ്മത്തിലൊക്കെ നല്ലൊരു ഭാവമാണ് നിങ്ങൾക്ക് വരുന്നത്. 3ൽ രാഹു ഉണ്ട്. രാഹു നല്ലതാണ്. അപ്പം ഇപ്പം കിട്ടുന്ന ധനപരമായ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ എന്താ പറയുക, മാർക്കറ്റിങ്ങോ, പിന്നെ ഈ ഇങ്ങനെ പറയില്ലേ ഷെയർ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ധനലാഭത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ധനം വരുമ്പോൾ നമ്മൾ ഇതുപോലെ വീട് അല്ലെങ്കിൽ പുതിയ ഒരു പറമ്പോ അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതാണ് കർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ധനു രാശിക്കാർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. ഒരു വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, നല്ലൊരു സമയമാണ്. അപ്പോൾ ധനം കൂടുതൽ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കുറവ് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. പിന്നെ ഇവിടെ 9ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോഴേ ഇതൊക്കെ നമുക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഭാഗ്യാനുഭവങ്ങൾ കുറവ് വരും. ഇതൊക്കെ കിട്ടും, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല കിട്ടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, ശിവനെ നന്നായിട്ട് പോവുക, ശാസ്താവിൻ്റെ അമ്പലത്തിൽ വെള്ളിതിരി എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദേവീനെ നന്നായിട്ട് ആരാധിക്കുക. ദേവി ഭക്തരൊക്കെ ആണെങ്കിൽ സഹസ്രനാമമൊക്കെ നന്നായിട്ട് ചൊല്ലുക, വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക.